അങ്ങനെ നമ്മൾ റാസൽ ഖൈമയിലെ ജബൽ ജയ്സിലെത്തി. നമ്മൾ ടെൻ്റൊക്കെ ആയിട്ട് വന്നേക്കുന്നതാണ്. ടെൻ്റ് നമ്മുടെ 2 ടെൻ്റ് കാണുന്നു. ഒന്നിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി ബിഗ് ഫാമിലി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മുഴുത്ത ടെൻ്റ്, തൊട്ടപ്പുറത്ത് ലിജുവാനും കുഞ്ഞാവയും കൂടെ അവരുടെ ടെൻ്റ്. അപ്പോൾ നമ്മൾ 2 ഫാമിലിയും കൂടെ ഒരുമിച്ചാണ് വന്നത് ഇങ്ങോട്ട് അല്ലേ. ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് പ്ലാൻ ചെയ്താൽ നമുക്കെന്നാൽ ഇന്ന് പോയിട്ട് അവിടെ പോയി ടെൻ്റൊക്കെ വെച്ചിട്ടൊന്ന് അവിടെ നിന്നാലോ എന്നിങ്ങനെ അല്ലേ. രാവിലെ മോർണിംഗ് ഒക്കെ ഒന്ന് കണ്ട് ഉദയസൂര്യനെയൊക്കെ കണ്ടിട്ട് പോകാൻ നേരത്തോണ്ട് ഇറങ്ങിയതാണ്. രാത്രി 2 മണിക്ക് പ്ലാനായി. അതെ, ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പൊ പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല വെട്ടവും കുറെ കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒരു രസമുണ്ട് അല്ലേ. ഇത് ഫുള്ളൊന്നും എടുത്ത് ബാക്കിൽ നോക്കച്ചാ ഒരുപാട് വണ്ടികളുണ്ട്. കുറേ പേരുണ്ട് കേട്ടോ ടെൻ്റൊക്കെ ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. അങ്ങനെ രാത്രിയിൽ അങ്ങനെ നമുക്ക് 4 ദിവസത്തെ പെരുന്നാളിന്റെ അവധി കിട്ടിയോണ്ടാണ് ഇങ്ങനെ ടെൻ്റൊക്കെ എടുത്തൊന്ന് വരാൻ പറ്റിയതല്ലേ. അങ്ങ് നോക്കി അങ്ങ് മാളിലൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റും കുറച്ചും കൂടെ. ഞങ്ങൾ പിന്നെ ഇവിടെ ഷോപ്പും കാര്യങ്ങളും ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഇവിടെ നിർത്തി. നമ്മൾ ഇവിടെ ടെൻ്റ് ആക്കാൻ ഓർത്തു. ഇതെല്ലാം ടെൻ്റൊക്കെ കെട്ടിയ ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ. നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ബീഫ് കൊണ്ടുവന്നു, പൊറോട്ട വാങ്ങിച്ചു കഴിക്കുന്നു. അങ്ങനെ പൊറോട്ടയും ബീഫും കഴിക്കാം. ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാനുള്ള സെറ്റപ്പ്, ഗ്യാസ് സ്റ്റൗ ഒക്കെ കൊണ്ടാ വന്നേക്കുന്നത്. ചൂടാക്കി ഇറങ്ങിയോ ഓട്ടോ നോക്ക്. ആണോ? സാരമില്ല സാരമില്ല മോനോ, എന്റെ മേലെ വിരിക്കുമല്ലോ, അതിന്റെ മേലെ വിരിക്കുമല്ലോ, സാരമില്ല. ഫ്രീഡം കിട്ടുന്നത് ഇപ്പോൾ. എങ്ങോട്ട് പോകുമ്പോ എനിക്ക് മാത്രം പേടിയാ മോനെ. ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് ചേച്ചി വാ. നമ്മള് ഡീസലാക്കിക്കൊണ്ടാ വന്നത്. അത് ചെറിയ പോർട്ടബിൾ സ്റ്റൗ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുകളിലെത്തി കുറച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് ബൈക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ബൈക്ക് ഉണ്ടായിരുന്നു. അവർ വന്ന് മുകളിൽ വന്നിട്ട് ചായ എല്ലാം കുടിച്ച് കുറേ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതാ തിരിച്ചിതാ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കാപ്പി റെഡിയായി. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലാണ് അത് വെച്ചത്. നമ്മുടെ ചക്കര കാപ്പി. അതെ അതെ, ഇത് ശർക്കര ഇട്ടിട്ടുള്ള കാപ്പി അല്ലേ. ശർക്കര ഇട്ട് കാപ്പി, കാപ്പി കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി എങ്ങനെയുണ്ട്? പിള്ളേരതാണ്ട് ടെന്റിനകത്ത് കേറിയിട്ടുണ്ട്. ചൂടില്ലല്ലേ? കാപ്പി റെഡി. കാപ്പി റെഡി. കാപ്പി എടുക്കണം. നോക്കട്ടെ. വെച്ചിട്ടുണ്ടായിരുന്നേ. മോന്റെ ഇപ്പൊ തരുവേ. ചോട്ടയ്ക്ക് കാപ്പി കൊടുക്കില്ല. കാപ്പി വേണോ? ചോട്ടയ്ക്ക് വേണോ? കുച്ചോ ചൂടണ്ടേ? എന്ത് കുട്ടി, കാപ്പി വേണ്ടേ? ഇപ്പൊ ടേസ്റ്റ് ഇല്ലല്ലേ? എന്താ കോട്ടൻ കാൻഡിയോ? അയ്യോ, അതവിടെ വെച്ചേരെ, നമുക്ക് കിടക്കാൻ നേരത്ത് ഉപയോഗിക്കാം ഇതൊക്കെ. എവിടെയാ? ഇവിടെ വെച്ചോ. ഡ്രസ് മാറ്റിയോ? അമ്പടാ, ഗുഡ് ബോയ് ആയല്ലോ. എല്ലാരും ടെന്റിനകത്ത് കിടന്ന് ഉറങ്ങുവാണോ? ഞങ്ങൾ പിള്ളേരെല്ലാം കിടന്ന് ഉറങ്ങുക. അയ്യോ, ഭയങ്കരമായി പോയല്ലോ. അതുകൊണ്ട് എണീറ്റോ? ഏതാ കുട്ടാ? ചൂണി, ഗുഡ് മോർണിംഗ്. എണീറ്റ് പല്ല് തേക്കാൻ പോകാ? ചുക്കുട്ടൻ ഉറങ്ങിയോ പിന്നെ? വെള്ളം വേണം. മോൻ കഴുകാനോ? ഇതെടുത്തോണ്ട് പോയ ആട്.
സൈഡിൽ ആടാ ഉള്ളത്. എന്തിനാ ആടിനെ പേടിക്കുന്നേ? ആടാ നമ്മളെ വന്ന് കുത്തിയാലോ? ആട് പോടാന്ന് പറഞ്ഞ ആടിനെ ഒരാൾ ഓടിക്കുന്നു. എല്ലാരും ഇറങ്ങി വരുന്നുണ്ട് ടെന്റിനകത്തുനിന്ന്. ചെരുപ്പിട്ടോ ചെരുപ്പിട്ടോ. ഗുഡ് മോർണിംഗ് ബേബി. നമ്മൾ ഇന്നലെ രാത്രിയാണ് നോക്കിയിരുന്നു ഗൂഗിളിൽ, രാവിലെ എത്ര മണിക്കാണ് സൺറൈസ് നോക്കിയിരുന്നു. 5:20 കണ്ടത്. അപ്പം അതുകൊണ്ട് രാവിലെ 5:15 അലാം വെച്ച് എണീറ്റു. കുറേ നാളുകൾക്ക് ശേഷമാണ് രാവിലെ 5:15 എന്നുള്ള സമയമെല്ലാം കാണുന്നത്. ഞാൻ ഡെയിലി 5 മണിക്ക് എണീക്കുന്നോണ്ട് എനിക്കറിയാവേ. ഞാൻ 8:30 എണീക്കുന്നുണ്ട്. ഞാൻ കുറേ 5 മണിയാവും നേരം വെളുത്ത പോലെ ഇത് കാണുന്നത്. ഇതിപ്പം നോക്കുമ്പം സൂര്യനെ കാണുന്നില്ല, പക്ഷേ എല്ലായിടത്തും നല്ല വെളിച്ചമുണ്ട്. പകൽ നല്ലോണം നല്ല വെളിച്ചമുണ്ട് എല്ലായിടത്തും തന്നെ. സൂര്യൻ വരാൻ ഇനിയും വൈകും തോന്നുന്നു. എനിക്കൊന്ന് സൂര്യനെ ആ മലേൻ്റെ അപ്പുറത്തുള്ളത്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. പക്ഷേ സൺറൈസ് എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. കാരണം ഇപ്പം 5:30 5:45 എന്നിട്ടും സൂര്യനെ കാണുന്നില്ല, പക്ഷേ എല്ലായിടത്തും നല്ല വെളിച്ചമായി. മലയിലേക്ക് നോക്കുമ്പോൾ ഓരോരോ കൊത്തുമണികളൊക്കെ ചെയ്ത പോലെ ഉണ്ടല്ലോ. ഒരു അമ്പലത്തിലൊക്കെ എങ്ങനെ കാണൂലേ ഈ വാളൊക്കെ ചെയ്തേക്കുന്നതൊക്കെ, തൂണുകൾ അങ്ങനത്തെയൊക്കെ ചെയ്ത പോലെ ഉണ്ട് കാണുമ്പോൾ. ഇവിടെ മേലെ ഈ രാത്രി സമയത്ത് അത്ര തണുപ്പല്ല, പക്ഷെ രാവിലെ ആകുമ്പോ ഈ സൺറൈസിന് ഒക്കെ കഴിഞ്ഞപ്പോ മുഖത്ത് വെള്ളമുണ്ട്. നമ്മൾ രാവിലെ മുതൽ സൂര്യനെ നോക്കിയിരിക്കുമായിരുന്നു. സൂര്യനെ കാണുന്നേ ഇല്ലായിരുന്നു. വെളിച്ചം വന്നു, പക്ഷെ സൂര്യനെ കാണുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മലേൻ്റെ പുറകിലായിരുന്നു സൂര്യനുണ്ടായിരുന്നത്. ഇതേ മെല്ലെ പൊങ്ങി വരുന്നുണ്ട്. ഇല്ലടാ, കുഴപ്പമില്ലടാ. മിക്കിയോ? പ്രാണിക്ക് വേറെ കിട്ടോ? അവലില്ലേ ഇപ്പൊ എടുക്കുന്ന പോലെയല്ല, ഇപ്പൊ എടുത്തിട്ട് കുഴച്ച് കഴിയുമ്പോ കുറച്ചുകൂടി ഇങ്ങനെ പൊങ്ങി വരും, ഒരു പൊലിമയുണ്ടാവും. മുടിയെല്ലാം മാറിയിട്ട് നല്ല ഡാഗ്രാമോനെ പോലെ ഉണ്ട്. കാന്തത്തിന്റെ വിട്ടുണ്ടാവും അല്ലേ? ഉയരം കൂടുതോറും ടേസ്റ്റ് കൂടുതലടാ. നമ്മൾ ഇന്നലെ രാത്രി ഒരു 9:30 എത്തിയതാണ് ഇവിടെ. അവിടെ നിന്ന് ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. എന്നിപ്പം അത്യാവശ്യം ഇതിപ്പം വെയിലൊക്കെ ആയി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചൂടാകും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുകയാണ്.
പുറകോട്ടല്ലേ? പുറത്തല്ലേ? ആ കാറ്റുള്ളതുകൊണ്ട് ആരുടെയൊക്കെ വേസ്റ്റ് നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് വന്ന് പറന്ന് കിടപ്പുണ്ട്. നമുക്ക് ഫൈൻ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നിത്യ തച്ച് നിന്ന് പെറുക്കുവാണ് എല്ലാം കൂടെ കൂടിയിട്ട്. ജബൽ ജെയ്സ് UAE വലിയൊരു മലനിരയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 6200 അടിക്ക് മുകളിലുണ്ട് ഇതിന് മുകളിലേക്ക്. നമ്മൾ താഴെ അടിവാരത്തു നിന്ന് വണ്ടി ഓടിച്ച് 34 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ ഓതറൈസ്ഡ് പാസും കാര്യങ്ങളൊക്കെ വേണം. എങ്കിൽ മാത്രമേ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ നിന്ന സ്ഥലം വരെ 34 കിലോമീറ്റർ ഉണ്ട്. നല്ല വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് തന്നെ നല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടി. രണ്ട് സൈഡിലും ചെത്തി ഇറക്കിയ മലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാണാൻ വേണ്ടി. ബൈ ബൈ ജബൽ ജെയ്സ്. നല്ല രസം ഉണ്ടായിരുന്നു.